MechDriveന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഗിയർലെസ് വാഹനങ്ങൾ. അതെ, ഇന്ന് ഒരു ഗിയർലെസ് വാഹനത്തിൻ്റെ ഗിയർ ഓയിൽ ചേഞ്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നൊരു വാഹനമായിരിക്കാം, ഗിയർലെസ് വാഹനമായിരിക്കാം ആക്റ്റീവ. അപ്പോൾ നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആക്റ്റീവ തന്നെയാണ്. ഹോണ്ടയുടെ ആക്റ്റീവയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം എഞ്ചിൻ ഓയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. വളരെ നിസ്സാരമാണ്. നമ്മുടെ 4 വീലർ ചെയ്യും പോലെ കഠിനമായ പണിയില്ല. ഇതിനായിട്ട് നമുക്കൊരു വർക്ക്ഷോപ്പ് പോകേണ്ട കാര്യമില്ല. നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാം. ഇതുവഴിയാണ് ഓയിൽ ഒഴിക്കേണ്ടത്. താഴെ ഡ്രെയിൻ നട്ടുണ്ട്. ആ ഡ്രെയിൻ എങ്ങനെ ഡ്രെയിൻ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഈ കാണുന്നത് ഇതിൻ്റെ ഡ്രെയിൻ നെട്ടാണ്. 17 mm ഒരു ബോക്സ് പാനർ ഉപയോഗിച്ച് നമ്മൾ ഇളക്കുകയാണ്. ഇളക്കേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസാണ്, അത് പ്രത്യേകം പറയുന്നില്ല. അടിയിൽ ട്രേ വെച്ച് കൊടുക്കുക. അധികം ഓയിലുണ്ടാകാൻ വഴിയില്ല. ആക്റ്റീവയ്ക്ക് 800 മില്ലി ഓയിൽ മാത്രമേ കാണത്തുള്ളൂ. ഇതിപ്പോൾ ഓയിൽ മാറിയിട്ട് കുറേ നാളായി, അതാണ് ഓയിൽ കറുത്തു വരുമ്പോണ്ട് ഒരു 1/2 ലിറ്റർ ഓയിൽ പോലും പുറത്ത് വരുന്നുമില്ല. ഞാൻ ട്രെയിൻ ഇട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഒരല്പം ഒന്ന് വെയിറ്റ് ചെയ്യാം, നമ്മൾ മൊത്തം ട്രെയിനായി പോകുന്നവരെ. അതിനുശേഷം ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കുക. മുഴുവനായിട്ട് ഡ്രെയിനായി പോകാൻ ഒരല്പം, ഫുള്ള് ഡ്രെയിനായതിനു ശേഷം വണ്ടി ഒരല്പം ചരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിൽക്കുന്നതും കൂടെ പൂർണ്ണമായിട്ട് ഇനി പോരും. പിന്നെ ഇട്ട് ഓവർ ടൈറ്റ് ചെയ്യരുത്. നമ്മൾ ഇളക്കിയപ്പോഴും അത്ര പ്രഷർ കൊടുത്തില്ല. കൂടുതൽ ടൈറ്റ് ചെയ്താൽ ഇതിൻ്റെ പിരിയെല്ലാം പൊട്ടിപ്പോകും. ഇതൊരു കോംബോ പാക്കാണ്. അതായത് ഗിയർ ഓയിലും എൻജിൻ ഓയിലും കൂടെ ഉള്ള ഒരു പാക്ക്. അതായത് നമുക്ക് ഗിയർ ഓയിൽ എന്ന് പറയുന്നത് 0.12 ലിറ്റർ, അതായത് 120 മില്ലി ഗിയർ ഓയിലും 800 മില്ലി എൻജിൻ ഓയിലുമാണ് ആവശ്യം. അപ്പോൾ ഞാനിപ്പോൾ കാസ്ട്രോളിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിനെ വാങ്ങിക്കാം. ഇത് രണ്ടും കൂടി 300 രൂപയേ ഉള്ളൂ. ഇത് സ്കൂട്ടറിന് വേണ്ടി പ്രത്യേകമായിട്ട് കോംബോ പാക്കായിട്ട് ഇറങ്ങുന്നതാണ്. നമ്മൾ പ്രത്യേകം വാങ്ങിച്ച് ഒഴിക്കാനൊന്നും പാടുപെടേണ്ട. ഒരു കോംബോ പാക്ക് വാങ്ങിച്ച് അങ്ങ് ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ആദ്യം എൻജിൻ ഓയിൽ എങ്ങനെ ഒഴിക്കണമെന്ന് നോക്കാം. പ്രത്യേകം ഫണലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൽ കൂടെ തന്നെ ഫണൽ വരും. ഇങ്ങനെ ഊരിയെടുക്കുക. വളരെ ഈസി ആയിട്ട് നേരിട്ട് ഒഴിക്കുക. ഇവിടെയാണ് എൻജിൻ ഓയിൽ ഒഴിക്കേണ്ട ഭാഗം. ഈ ക്യാപ്പ് തുറന്ന് ഒന്നും അധികം ടൈറ്റ് കാണത്തില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഓയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് ഇതിൻ്റെ അകത്തൊന്നുമില്ല. പ്രത്യേക ഫണലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് മുഴുവനായിട്ട് അങ്ങ് ഒഴിക്കുക. ഇത് ഫുൾ ഒഴിക്കുക. നമുക്ക് തിരിഞ്ഞും പറഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. ഇത് മൊത്തം ഇതിന് ഒഴിക്കേണ്ടി വരും. അതിന് ശേഷം സ്റ്റിക്ക് വെച്ച് ക്ലോസ് ചെയ്യും. നമുക്കൊന്ന് ജസ്റ്റ് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെവൽ സ്റ്റിക്കാണ്.
ഇതിൽ മാക്സിമം മിനിമം ലെവലുണ്ട്, മാക്സിമം ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇത് ഓവർടൈറ്റ് ചെയ്യല് എപ്പോഴും പറയും പോലെ ഓവർടൈറ്റ് ചെയ്യല് ഹാൻഡ് ടൈറ്റ് മാത്രം ചെയ്യുക. കഴിഞ്ഞു. ഇതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഗിയർ ഓയിൽ ഡ്രെയിൻ ചെയ്യാനുള്ള നെറ്റ്. ഇത് ഫില്ല് ചെയ്യാനുള്ള നെറ്റാണ്. ഗിയർ ഓയിൽ അധികമൊന്നും കാണില്ല, 120 മില്ലി അതിന് ആവശ്യമുള്ളൂ. കുറേയൊക്കെ പോയി കാണും. ഇതുവഴിയാണ് ഓയിൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്, ഗിയർ ഓയിൽ ഫില്ല് ചെയ്യേണ്ടത്. ഇത് ഡ്രെയിൻ ചെയ്യാനുള്ളത്. ഇത് ഡ്രെയിൻ നെറ്റ് ആദ്യം കണക്ട് ചെയ്യുക, ക്ലോക്ക് വൈസിൽ ടൈറ്റ് ചെയ്യുക. പന്ത്രണ്ടാണ് ഇതിൻ്റെ സൈസ്. ഓവർ ടൈറ്റ് ചെയ്യല്. ഗിയർ ഓയിലാണ്. അപ്പോൾ ഇതിന് 0.12 ലിറ്ററിന് ആവശ്യം, അതായത് 120 മില്ലി. അപ്പോൾ 120 മില്ലിയുടെ പാക്ക് തന്നെ ഇത്. അപ്പോൾ കൂടുതലൊന്നും ചിന്തിക്കാനൊന്നുമില്ല. ഇതങ്ങ് കട്ട് ചെയ്യുക, അത് മുഴുവനായിട്ട് അതിലോട്ട് തന്നെ അങ്ങ് വയ്ക്കുക. ഇതിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് തള്ളിയാൻ കയറ്റുക, ഇതായിട്ടങ്ങ് അടക്കി. പന്ത്രണ്ട് സ്പാനർ ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. ഓവർ ടൈറ്റ് ചെയ്യല്ലേ, അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ ആൻഡ് റോബസ്റ്റ്. ചുമ്മാ ഒരു ഷോ.